നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. പൂമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ്, പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല അജയ് ഘോഷ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് അമ്മനത്ത്, സന്തോഷ് ടി എ, ഹൃദ്യ അജീഷ്, കത്രീന ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രഞ്ജിനി ശ്രീകുമാർ, പൂമംഗലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി ഗോപിനാഥൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കവിത സുരേഷ് സ്വാഗതവും സെക്രട്ടറി പി ജയ നന്ദിയും പറഞ്ഞു. നേരത്തെ അരിപ്പാലം സെന്ററിൽ നിന്നും ഘോഷയാത്രയും സമ്മേളനാനന്തരം വിവിധ കലാപരിപാടികളും അരങ്ങേറി. പൂമംഗലം ഗ്രാമപഞ്ചായത്തിന് ആധുനിക മുഖഛായയോടുകൂടിയ സൗകര്യപ്രദമായ ഒരു പഞ്ചായത്ത് കാര്യാലയം നിർമ്മിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ 4.5 വർഷക്കാലത്തെ MLA എന്ന നിലയിലുള്ള എൻ്റെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമായിട്ട് ഞാനിതിനെ കാണുകയാണ്. 1,49,00,000 രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച പൂമംഗലം പഞ്ചായത്തിന്റെ ആസ്ഥാന മന്ദിരം നിങ്ങളെ ഏവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി സസ്നേഹം അറിയിക്കുന്നു. MLA ഫണ്ട് ഉപയോഗിച്ച് പണി പൂർത്തീകരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് കാര്യാലയമായിരിക്കും ഇത് എന്നാണ് ഞാൻ കരുതുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾക്ക് എപ്പോഴും വന്നു പോകേണ്ട സ്ഥലമാണ് ഗ്രാമപഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ സ്ഥലപരിമിതി കൊണ്ട് വീർപ്പുമുട്ടിയിരുന്ന നമ്മുടെ പഴയ ഗ്രാമപഞ്ചായത്ത് മന്ദിരത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറുമ്പോൾ തീർച്ചയായും അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് വലിയ കൈത്താങ്ങാവുകയാണ് എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും ഭാവിയിൽ ഏറ്റവും സമർത്ഥമായ ഭരണ നിർവഹണത്തിനുള്ള കേന്ദ്രമായിട്ട് ഈ പഞ്ചായത്ത് കാര്യാലയം മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഇരിങ്ങാലക്കുട പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന പൂമംഗലം ഗ്രാമപഞ്ചായത്ത് ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്താണ്, ഏറ്റവും കുറച്ച് ജനസംഖ്യയുള്ള പഞ്ചായത്താണ്. പക്ഷെ നമ്മുടെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരിടമായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. നല്ല രീതിയിലുള്ള ഫണ്ട് പൂമംഗലം പഞ്ചായത്തിന് വേണ്ടി അനുവദിക്കാൻ ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളോട് സ്നേഹം സൂചിപ്പിക്കുകയാണ്. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആൻഡ് എംപ്ലോയബിലിറ്റി സെന്ററുമായി സഹകരിച്ച് സംഘടിപ്പിച്ച മെഗാ തൊഴിൽ മേള പ്രയുക്തി 2025 ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ വെള്ളാനിക്കാരൻ, കോളേജ് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ വിജി, എംപ്ലോയ്മെന്റ് ഓഫീസർമാരായ ബിജു ടി ജി, സനോജ് KS എന്നിവർ ആശംസകൾ നേർന്നു. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ആർ അശോകൻ സ്വാഗതവും ഷാജു ലോനപ്പൻ നന്ദിയും പറഞ്ഞു. ഫൈനാൻസിംഗ്, ഓട്ടോമൊബൈൽ, ഹെൽത്ത്, വിദ്യാഭ്യാസം, ഇൻഷുറൻസ്, മാർക്കറ്റിംഗ് എന്നീ മേഖലകളിൽ 45ഓളം കമ്പനികൾ പങ്കെടുത്ത തൊഴിൽ മേളയിൽ 605 ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. 211 പേർ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുകയും 72 പേർ ജോലിക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. വ്യാപകമായ നിലയിൽ തൊഴിൽ മേളകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിനകത്തും പുറത്തും പ്രവർത്തിക്കുന്ന വളരെ റെപ്യൂട്ടഡായ ഫേമസിലെ തൊഴിലവസരങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് യുവതി-യുവാക്കൾക്ക് ഏറ്റവും അധികം കൈത്താങ്ങ് നൽകുന്ന ഒരു സന്ദർഭമാണിത്. അഭ്യസ്ത വിദ്യയുടെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വ്യത്യസ്തങ്ങളായ പദ്ധതികളും പരിപാടികളും തയ്യാറാക്കിക്കൊണ്ട്
ഈ സർക്കാരിന്റെ കാലത്ത് 20 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും എന്ന പ്രഖ്യാപനം സാക്ഷാത്കരിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് നമ്മുടെ സർക്കാർ. ഇതിന്റെ ഭാഗമായിട്ടാണ് വിജ്ഞാന കേരളം പദ്ധതി ലോഞ്ച് ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. തൊഴിൽ വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന ഗ്യാപ്പ് സ്കിൽ ഗ്യാപ്പാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വ്യാപകമായ വിധത്തിൽ സ്കിൽ എൻഹാൻസ്മെന്റിനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് സജീവമായി തന്നെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ തുടരുകയാണ്. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്കിൽ കോഴ്സിനടക്കം ക്രെഡിറ്റ് നൽകുന്ന സമീപനത്തോടെ സ്കിൽ എൻഹാൻസ്മെന്റ് നിർബന്ധമായും വേണ്ടതാണ് എന്ന കാഴ്ചപ്പാട് ഉൾച്ചേരുന്ന 4-year UG പ്രോഗ്രാം ആരംഭിച്ചിരിക്കുകയാണ്. 4-year UG പ്രോഗ്രാമിന്റെ ഭാഗമായി എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സെന്റേഴ്സ് ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് കരിയർ പ്ലാനിംഗ് എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടാകണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്കിന്റെ വാർഷിക പ്രാതിനിധ്യ പൊതുയോഗം നടന്നു. ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന 107ാമത് വാർഷിക പൊതുയോഗത്തിൽ ബാങ്ക് ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ജോൺ AL പ്രവർത്തന റിപ്പോർട്ടും അടുത്ത സാമ്പത്തിക വർഷത്തിലേക്കുള്ള ആക്ഷൻ പ്ലാനും അവതരിപ്പിച്ചു. ബാങ്ക് വൈസ് ചെയർമാൻ പ്രൊഫസർ EJ വിൻസെന്റ് സ്വാഗതവും ഡയറക്ടർ KK ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. സാമ്പത്തിക കണക്കുകളുമായി നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഒരു ചെറിയ ജാള്യതയിലാണ് ഞാനും എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഡയറക്ടർമാരും ഇവിടെ ഇരിക്കുന്നത്. നമുക്കറിയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ ബാങ്കിനെ ഓൾ ഇൻക്ലൂസീവ് ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു മാനദണ്ഡത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്തെ അർബൻ ബാങ്കുകളുടെ മേൽ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പത്രങ്ങൾ വഴി ധാരാളം കണ്ടതാണ്. കേരളത്തിലെ സഹകരണ മേഖലയിലേക്ക് കടന്നു കയറാനായിട്ടുള്ള ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യം കൂടി കണക്കിലെടുത്തിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത്തരത്തിലുള്ള പരിശ്രമങ്ങൾ കേരളത്തിലെ, പ്രത്യേകിച്ച് അവർക്ക് കടന്നു വരാൻ പറ്റിയ പ്രാഥമിക സഹകരണ ബാങ്കുകളിലേക്ക് കടന്നു കയറാൻ അത്ര എളുപ്പമല്ല. അവർക്ക് സാധിക്കുന്നത് ആകെ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലുള്ള അർബൻ സഹകരണ ബാങ്കുകളിലേക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് ഒരു അർബൻ സഹകരണ ബാങ്കുകളെ ലക്ഷ്യമിട്ടത്. എങ്ങനെയാണ് കേരളത്തിലെ സഹകരണ മേഖലയെ കൈക്കലാക്കാമെന്നുള്ള ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ദേശാഭിമാനി അക്ഷരമുറ്റം അറിവുത്സവം 2025 ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചലച്ചിത്ര താരം ജൂനിയർ ഇന്നസെന്റ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ VA മനോജ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ലത, ക്രൈസ്റ്റ് കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ മാത്യു പോൾ ഊക്കൻ, KSTA സംസ്ഥാന കമ്മിറ്റി അംഗം ദീപ ആന്റണി, KSTA ഉപജില്ലാ സെക്രട്ടറി KR സത്യപാലൻ, ഖാദർ പട്ടേപ്പാടം, KC പ്രേമരാജൻ എന്നിവർ പ്രസംഗിച്ചു. സമാപന സമ്മേളനം വേളുക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS ധനേഷ് ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് സമ്മാനവും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. KSTA ഉപജില്ലാ പ്രസിഡന്റ് വർഷ രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡയറ്റ് അധ്യാപകൻ സനോജ് MR, KP ഹരി എന്നിവർ പ്രസംഗിച്ചു. മുൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KG മോഹനൻ രക്ഷിതാക്കൾക്കുള്ള ക്ലാസ് എടുത്തു. LP വിഭാഗത്തിൽ MA അവന്തിക, KV നിവിൻ കൃഷ്ണ, UP വിഭാഗത്തിൽ ജഗൻ കൃഷ്ണകുമാർ, KG ഗാർഗി, ഹൈസ്കൂൾ വിഭാഗത്തിൽ KC ഗൗരിപ്രിയ, KP ശ്രേയ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ AA ലക്ഷ്മിദയ, NS ആഷ്മി എന്നിവർ യഥാക്രമം 1ഉം 2ഉം സ്ഥാനങ്ങൾക്ക് അർഹരായി. പ്രസംഗ മത്സരത്തിൽ സൽമാനുൽ ഫരീസി 1ാം സ്ഥാനത്തിന് അർഹനായി. ഇവിടെ വരാൻ സാധിച്ചതിലും നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചതിലും കാരണം എൻ്റെ അപ്പാപ്പൻ 2 തവണ ഇവിടെ വന്നിട്ടുണ്ട്. ഈ വേദിയിൽ, അക്ഷരമുറ്റത്തിൻ്റെ ഈ വേദിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോവാണ്. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എൻ്റെ ഒപ്പം ഉണ്ടാവണം. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി അക്ഷരമുറ്റം എന്ന ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഇരിങ്ങാലക്കുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം കരുവേലംകുളം അഖില ചന്ദ്രൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. പൊറത്തുശ്ശേരി തൈശുവളപ്പിൽ പരേതനായ രാഘവൻ ഭാര്യ ചന്ദ്രിക അന്തരിച്ചു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9-ന് വീട്ടുവളപ്പിൽ നടക്കും. വേണുഗോപാലൻ, ശോഭ, ബിനോയ് എന്നിവർ മക്കളും ശാന്ത, സദാനന്ദൻ, റാണി, പരേതനായ ബാഹുലയൻ എന്നിവർ മരുമക്കളുമാണ്. മാപ്രാണം അമയംപറമ്പിൽ വാസു അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. കാഞ്ചന ഭാര്യയും സുഭാഷ്, സന്തോഷ് എന്നിവർ മക്കളുമാണ്. മിനി, സുമ എന്നിവർ മരുമക്കളാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.